മരുന്ന് മേടിച്ചില്ല, ഇഞ്ചക്ഷൻ ചെയ്യും, കുത്തിവെക്കും പേടിച്ചു വരണ്ടിരിക്കുകയാണ്. ചേട്ടാ മറന്നില്ല. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഴക്കാലമായി, പനിക്കാലമായി. ഈ ആൻസ് എനിക്ക് പനി കൊണ്ട് തന്നു. ആൻസിന്റെ കയ്യിൽ നിന്ന് അപ്പൊ തന്നെ പോയി. അത് വീണ്ടും എനിക്കത് പനിയായി മാറി. ഇതാണ് അവസ്ഥ. നമ്മളെവിടെയാ നിക്കുന്നത് നിങ്ങൾക്കറിയാവോ? ഇതാ ഇവിടെയാണ് കേട്ടാ, ഇവരുടെ ഇടയ്ക്കാണ്. കൊറേ നാളായില്ലേ ഇവരെ കണ്ടിട്ട്. ഒന്നിക്കണൊക്കെ നമ്മുടെ കുട്ടാപ്പി ബാ 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 ബാ. ചേട്ടാ മറന്നില്ല. ചേട്ടാ ഇവള് മറന്നില്ല. ആ മറന്നില്ലേടി നീ കള്ളിപ്പെണ്ണെ, നീ മറന്നില്ലേടി? കുട്ടാപ്പീനെ ഒക്കെ നമ്മൾ ഇങ്ങോട്ട് വിട്ടു കേട്ടാ. ഇവരുടെ കൂട്ടത്തിൽ ഓടി നടന്നോട്ടേന്ന് ഓർത്ത്. ചേട്ടാ ഈ കുഞ്ഞിന്റെ കണ്ണിനെന്നാ ചേട്ടാ പറ്റിയേ? ഈ കുഞ്ഞിന്റെ ഒരു കണ്ണ് അടയണം എപ്പോഴും. ആ ബൊമ്മാസിന്റെ ഒരു കണ്ണ് അടഞ്ഞു പോണു. ബൊമ്മാസിന്റെ കണ്ണിനെന്നാ പറ്റിയെന്ന് നോക്കിയേ. ഇവന്റെ തലയിലേക്ക് കയറിക്കേ. ഇവിടെ എന്റെ മേത്ത് കയറാനുള്ള പരിപാടിയാ. ഇതാ കുട്ടാപ്പി ഇങ്ങോട്ട് കയറി. എടാ തൊടല്ലേ, എന്നെ കൈ മുറിക്കണ കണ്ടില്ലേ? എടാ ചേളി മൊത്തം കണ്ടില്ലേ? ഇത് എന്റെ ഓരത്തേക്ക് നീ നോക്ക്. തുടച്ചോളാ. കത്ത് ഒന്നാം മനുഷ്യന് മൂക്കടപ്പും ജലദോഷവാ. എന്റെ കുട്ടാപ്പി ഇവിടെ നിന്നോ, കുഞ്ഞു കുട്ടാപ്പി. ഇത് ആൻസിന്റെ പെടച്ചി. അതിനെ കൊത്തൂടാ. ഇവനെ അതെന്റെ തിന്നതെല്ലാം കൂടെ കൊണ്ട് കൊടുത്തതാ. ഒരു കുഞ്ഞിന്ന് പപ്പ കൊടുത്തിനു. ഒരു കുഞ്ഞിന്റെ തല തിരിഞ്ഞു പോണം, അസുഖം തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു വൈറ്റമിന്റെ കുറവാന്ന് ഡോക്ടർ പറഞ്ഞു. അതിനെ കൊണ്ടുപോയില്ല, പോയി പറഞ്ഞ മരുന്ന് വാങ്ങിച്ചു. ഞാനാ ഇതൊന്ന് കഴുകി വെക്കട്ടെ. ഇവളെ ഞാൻ ആദ്യം പിടിക്കാച്ചതപ്പോ ഇവളെന്നെ പിടിപ്പിച്ചില്ലടാ. അവള് ചുട്ടുപണിയാന്ന് പറഞ്ഞു. അയ്യോ ഫസ്റ്റ് അതേ ചേട്ടാ അവിടുന്ന് പറഞ്ഞ് എന്റെ ഫോണയിലേക്ക് വന്ന് കയറി. അത് എവിടുന്ന എന്റെ തോളെ കുതിച്ചിട്ട. അവന്റെ തോളെ പോലും ഇരിക്കാതെ സ്റ്റെപ്പയിലിരിക്കുവായിരുന്നു. അതിന് എന്നെ ഭയങ്കര ഇഷ്ടവാ. ഫോണൊക്കെ ഈ ഫോണയിലേക്ക് വന്നത്. ഫോണയില കേറിയിരുന്നേ. കൊച്ചാത്തിന്റെ അടുത്തേക്ക് പോയി. കൊച്ചാത്തിന്റെ അടുത്തേക്ക് വേണ്ട, അതിപ്പോ അങ്ങനെ അതിനു കൂടി തോന്നണടാ. കുട്ടാപ്പി അതിനൊരു കണ്ണടഞ്ഞു പോണുണ്ടല്ലോ കുറച്ചു മുമ്പ്. ഇവര് ഈ തണുപ്പീക്കടെ തന്നെ നടക്കണം. അവര് ഉണക്ക സ്ഥലത്തേക്ക് പോകുന്നേ ഇല്ല. നമ്മള് വലിയ വല വാങ്ങിട്ടോ ഇങ്ങനെ ഇവർക്ക് നനയാതിരിക്കാൻ. നമ്മള് വലിയ വലയും പോട്ടെ, വലിയ ഈ ഷീറ്റ് വാങ്ങി, പടത വാങ്ങി, വലിയ പടത. കുട്ടാപ്പി നിക്കടാ. കുട്ടാപ്പി
പിന്നെ അടിച്ചത് കൈ നിറച്ച് ചെളിയാ കുട്ടാപ്പി കയറി. വെള്ളക്കോയിനെ കണ്ടായിരുന്നോ? അവനെ കണ്ട ആ ചെളിയും കൊണ്ട് അവൻ അഭിഷേകം ചെയ്താ നടക്കണ ചെളി കുട്ടനായിട്ട്. ഗിനിക്കോഴി അതിന്റെ ഒച്ചയോ സഹിക്കൂല, ഭയങ്കര സൗണ്ട് അവന്. കാലിന് കാണുന്നുണ്ടോ അമ്മേ? റെഡ് അങ്ങനെ കിട്ടു. ചേട്ടന്റെ കൂടെ കോഴികളെല്ലാം പോണോക്കി. ഗിരിക്കോഴി പോണില്ലേ? അവന് ചിറകൊക്കെ ആയടാ, അവന് ചിറകൊക്കെ ആയി. ഇനിയിപ്പോ അവൻ പറക്കൂലടാ, ഇവരുടെ കൂടെ നടക്കുള്ളൂ. എങ്ങോട്ട് പോകാൻ? അതിന് കൂട്ടായില്ലേ, ആ കൂട്ടി വിട്ടിട്ട് അവന് ഇനി ഒരു പരിപാടി ഉണ്ടാവില്ല. മാറ്റി മാറ്റി ഇട് ചേട്ടാ, ഇവർക്ക് കൂടെ കൊടുക്കത് ഇവിടെ ഇടിച്ചിടാ. ഇവിടെ ഇച്ചിരി ഉണക്കമുണ്ട് ചേട്ടാ, ഇവിടെ ഇടാ. കുഞ്ഞുങ്ങളൊക്കെ തിന്നുന്നുണ്ട്. ഈ താറാമ്മ എന്തോ കാണിച്ചു കിടക്കുന്നത്, കാലിന്റെ ഇടയ്ക്കോടെ കയറിപ്പോയി. ഇവിടെ കൊടുത്താൽ മതി, എല്ലാരും ഇവിടെ തിന്നിട്ട് ഗിനിക്കോഴി നിക്കണമെങ്കിൽ. എല്ലാരും വന്ന് കഴിക്കുന്നു. നീ പിടിക്കില്ല കേട്ടാടാ, പേടിച്ചു പോയാ പിന്നെ ജീവിതത്തിൽ പിടിപ്പിക്കില്ല. അവന് ജലദോഷ, അവന് മരുന്ന് കൊടുക്കണം. ബാ ബേബെ ബേബെ. പേടിയാ, പക്ഷെ അവരാരും കൊത്തൂല. ഇവിടെ ഇച്ചിരി കൊടുക്ക, ഇവിടെ ഇച്ചിരി കൊടുക്ക. ഈ കുഞ്ഞങ്ങക്ക് പേടിയാ, അതേ ചുട്ടുപണിക്ക് പേടിയാ. ഇവളാ ചുട്ടുപണി എന്റെ, ഇവളെന്റെ ചുട്ടുപണി. എടാ അങ്ങോട്ട് വന്ന അവരെ ഓടിച്ചു വിടറാ, വലിയവരെ. താറാ പെണ്ണുങ്ങളെ, താറാമ്മയ്ക്ക് പേടിയൊന്നുമില്ല. താറാമ്മ കൊത്തി ഓടിച്ച് തിന്നും എല്ലാരും. താറാമ്മ വാലാട്ടണ നോക്കിക്കേ. എന്റെ പൊന്ന് താറാമ്മ, ഇത് എന്തൊരു വാലാട്ട്. താറാക്കളെല്ലാം കൂടെ ആധിപത്യം സ്ഥാപിച്ചേ, നൈസായിട്ട് താറാക്കളെല്ലാം ആധിപത്യം സ്ഥാപിച്ചു. ഇതൊന്നും അവന്മാർക്ക് വേണ്ടേ, ഇത് ചവിട്ടി അപ്പുറത്തേക്ക് പോകുന്നു. കൊത്തു കിട്ടിയവരൊക്കെ കുണുങ്ങി കുണുങ്ങി ഓടിപ്പോവുക. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് വേസ്റ്റ് തിന്നുന്നു. അവിടെ പോയി ഒറ്റയ്ക്ക് നിന്ന് കഴിക്കുന്നു. ഈ ചേട്ടൻ വേറെ എങ്ങാണ്ടൊക്കെ കൊടുക്കണ്ടെന്നും പറഞ്ഞ ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ട് പോണേ. ഗ്ലൂക്കോസ് വെള്ളം നിന്നെങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണേ? കുട്ടാപ്പിയേ, കുട്ടാപ്പി. ഒറ്റയ്ക്ക് നടക്കണ കുട്ടാപ്പിയേ, വന്നേ. ബെബെ ബെബെ. ഇതൊന്നും അറിഞ്ഞില്ലേ, തീറ്റ കൊടുത്തതൊന്നും കൊച്ചറിഞ്ഞില്ലേ കൊച്ചേ? ഫസ്റ്റ് അവിടുന്ന് എല്ലാ കോഴിയും ഇങ്ങോട്ട് കേറി. ഫസ്റ്റ് ചേട്ടാ, ഇതിലൊന്നും പെടാതെ തന്നെ തിന്ന് കിടക്കണുണ്ടോ ചാരക്കോഴി? ദേ ഇനിയിപ്പോ പൊട്ടക്കണ്ണന്മാർക്ക് എവിടെ കിട്ടാൻ, എല്ലാം കൂടെ അവിടെ കേറി. കൊത്തി ഓടിക്കണ അതിനെ. മറ്റേ വേസ്റ്റ് അവിടെ ഇട്ട് കൊടുത്തതാ. അതിനെ ഒന്നും കിട്ടിയില്ല. ദേ കുഞ്ഞിനെ, ആ കണ്ണറിയമ്മല്ലാത്ത കൊത്തി. അതെ എന്നാ കൊത്തണെന്ന് ചെന്നിട്ട് ഒരു മാറ്റമില്ല. ആ പൂനെല്ലാം കൊത്തിയത്.
ദേ പെട എന്നിട്ട് ഇതിനെ കൊത്തിയത്, ആ പെടക്കുഞ്ഞിനെ കൊത്തിയത്. മാറി നിക്കുക അതുങ്ങള്. അതിലൊരു കാര്യമുണ്ട്, അവര് വൈകുന്നേരം ആകുമ്പോ അവരെ മാത്രം പിടിച്ചു നിർത്തിയിട്ട് തീറ്റ കൊടുക്കാം. അതിനെ ഒരു വല കിട്ടാൻ മതി. തന്നെ അത് വല കുത്തിയിട്ടാ മതി. മനസ്സിലായില്ലേ? ആ വല എടുത്ത് മാറ്റണ്ടായിരുന്നു, ഇവിടെ ഇട്ട വല മാറ്റണ്ടായിരുന്നു. ഒന്നും കിട്ടൂല കുഞ്ഞുങ്ങൾക്ക്. ചേട്ടന് അവർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു പോയിട്ടത്. ഇതവിടെ ചുമ്മാ ഗോതമ്പ് കിടക്കുവാ. ഈ സാധനം ആണെങ്കിൽ ചേട്ടനെ കണ്ടോണ്ടേ വന്ന് പതുങ്ങി നിക്കണത്. ചേട്ടൻ ഇപ്പൊ എടുത്തോണ്ട് നടക്കൂന്നും പറഞ്ഞ. ആ ദേ ചേട്ടന്റെ അടുത്തേക്ക് എന്നപ്പത്തേക്ക് ഒന്ന് തൊട് ചേട്ടാ, ചേട്ടാ ഒന്ന് തൊടാ, ചേട്ടാ ഒന്ന് തൊടുന്നേ, ഒന്ന് തൊടാ. ഒന്ന് എടുക്ക, അതിനെ ഒന്ന് എടുക്ക, അതിന്റെ ആഗ്രഹമല്ലേ. ഒന്ന് എടുത്തു പോലുമില്ലല്ലോ ചേട്ടാ. വാ, അതിന്റെ മോന്തേ പിടിച്ചുന്ന്. ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് എന്റെ മോന്തേ പിടിച്ചുന്ന്. ആ അതിനാളെ കാണുമ്പോ കോച്ചുവാത. ഒന്ന് എടുക്കാൻ വേണ്ടിയാ, അത് എടുക്കാൻ വേണ്ടിയാ. എടുക്കണം, വലിയ ഇഷ്ടാ. ഇതേ കാല് വറക്കണത്. എടുത്തു കഴിയുമ്പോ അതൊരു സൈസ് സൗണ്ട് കേൾപ്പിക്കും ഇങ്ങനെ. ആ എടുത്തു പിടിച്ചോളെ, നീ എന്നെ എടുത്തോണ്ട് നടന്നോളെ. പീ 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 പീ. നിന്നെ എടുത്തോ? ഓ വലിയ പുള്ളിയായല്ലോ. ഇനി അവിടെ കിടക്കുള്ളൂ. എണീറ്റ് പോടി, എണീറ്റ് പോടാ. എടാ നാണയില്ലാത്തവൻ, എണീറ്റ് പോടാ. എടാ എണീറ്റ് പോടാ. ഡാ ആ പൊക്കോ. അത് വന്ന് വിളിച്ചപ്പോ അത് എണീറ്റ് പോയി. അതിനെ എടുക്കാൻ വേണ്ടിയാണ് അത് ഓടി വന്നത്. ദേ ചേട്ടൻ അരുവ കണ്ടപ്പോ അതേപടി തിരിച്ചു പോയി. ചേട്ടന്റെ കയ്യിൽ അരുവ കണ്ടപ്പോ അത് തിരിച്ചു പോയി. ഓടി വന്നതായിരുന്നു അടുത്തേക്ക്. അതിന് മനസ്സിലായി ഇച്ചിരി കഴിഞ്ഞ വേള ചിലപ്പോ കറിയാകൂന്ന്. ചേട്ടാ കഴിച്ചിട്ടുണ്ടോ ചേട്ടാ കൽഗത്തിന്റെ ഇറച്ചി? ഇല്ല, ഒരിടത്തും കൽഗത്തിന്റെ ഇറച്ചിന്നും പറഞ്ഞ് കണ്ടിട്ടില്ല. ദേ ചേട്ടാ വന്നേക്കുന്ന. ഓ ഇതൊരു പ്രത്യേകതര സ്നേഹമാണല്ലോ. ദേ ചേട്ടാ, ഇപ്പൊ ചേട്ടന്റെ അടുത്തേക്ക് ചെല്ലണം. ഓ ചേട്ടനോട് ഭയങ്കര സ്നേഹം ഇന്ന് അതിന്. ഞാൻ ചെന്നാ അതിപ്പോ പോവേ. കണ്ടാ, ഞാൻ ചെന്നാ പോവും. എന്നെ കണ്ടാ അത് ഇച്ചിരി ഗോതമ്പ് പിന്നെ ഓടി ചേട്ടന്റെ അടുത്ത് വരും. ഓ അയ്യോ അതെ ആ കറുത്ത പൂവൻ അതിനെ കൊത്തിയത് കണ്ടായിരുന്നോ? അതിന്റെ തല തിക്ക് പൊട്ടിപ്പോയി. ഇവൻ കൊള്ളാലോ, ഇവൻ ഇവിടെ ഈ വീട്ടിലെ രാജാവാണോ ഇപ്പൊ ഈ കറുമ്പൻ? അവൻ കൊള്ളാലോ, ആ കുഞ്ഞിനെ പിടിച്ച് കൊത്തി തല ഊരി വിട്ട്. ആ കറമ്പൻ എന്നടാ അവൻ പോണോക്കിയേ. കരിങ്കോഴി ഇവിടെ ആടാ, ഇവിടെ ആടാ. ഇതിന്റെയൊക്കെ മേലെന്താ ചെളിയാ നോക്ക്. ആ കുഞ്ഞ് എന്തിയെ പോലും കൊത്തും കിട്ടിയിട്ട് ദേവന്നെ. പൊതുവെ ഇവര് അങ്ങോട്ട് കൊത്തണതാ. ആര് ചേച്ചിമാരെ പ്ലാവല തിന്നുവാണോ? ചേച്ചിമാരെ
എന്റെ അടുത്ത കളി. അത് വലിച്ചെടുക്കുമ്പോ പോണതാ. അല്ലെന്നേ എടുത്തോണ്ട് ഓടും അങ്ങോട്ട്. എനിക്ക് പനി പിടിച്ചതിനെ കുറിച്ച് 2 വാക്ക് പറ. പനി പിടിച്ചു കഴിഞ്ഞാൽ പനിയൊക്കെ ഉണ്ട്, ശരിയാ, ഇല്ലാന്നല്ല. പക്ഷെ മരുന്ന് മേടിച്ചില്ല, ഇഞ്ചക്ഷൻ ചെയ്യും, കുത്തിവെക്കും പേടിച്ചു വരണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതാ കുഞ്ഞ ഏത് കുഞ്ഞെ? ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ, വേറൊന്നും അല്ല, എനിക്കത് പേടിയാ. ഓ, ഇത് വല്ലാത്ത ജാതി കൊത്താണല്ലോ എല്ലാരും. അങ്ങനെ കുട്ടികളുടെ വിശപ്പൊക്കെ ഏകദേശമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കുറയാത്തവരൊക്കെ വീണ്ടും വീണ്ടും നിന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ പുറകിലും എന്റെ മുൻപിലും ഒക്കെ ആയിട്ട്. ഇവിടെ ഗോതമ്പ് കഴിക്കാത്ത ഒരു കക്ഷി എന്ന് പറയുന്നത് നമ്മുടെ കുട്ടാപ്പിയാണ്. കുട്ടാപ്പി അവിടെ എവിടെയോ ഉണ്ടായിരുന്നു, അല്ലെ അങ്ങ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എപ്പോഴും തലയിലൊക്കെ വന്ന് കറന്ന് കയറുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ നിൽക്കുമ്പം. എന്തോ ആടായത്? അതെ, കുട്ടാപ്പി. എന്റെ കുട്ടാപ്പി കുഞ്ഞു മാത്രം ഒന്നും കഴിച്ചിട്ടില്ല എന്നുണ്ട്. എന്റെ കുട്ടാപ്പി എന്തുവാ കഴിക്കാൻ? ഈ കോഴിയല്ല ഇരിക്കണോടത്ത്. കുട്ടാപ്പിയേ, പോവാണോ? ഓ, കണ്ണും കപ്പൊന്നും ഇല്ല, എന്നിട്ട് കൊത്തിനൊരു കുറവുമില്ല. ഇപ്പോഴാണ് കുട്ടാപ്പി അവിടെ ചെല്ലുന്നത് ട്ടാ. ഇപ്പോഴാണ് കുട്ടാപ്പി അവിടെ ചെല്ലുന്നത്. ഇതാ കുട്ടാപ്പി, പാവാ അത്. താറാവെല്ലാം കൂടെ അവിടെ ചെന്ന്. നല്ല രസമാണ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, സമയം പോകുന്ന നമ്മൾ അറിയൂല. അതുപോലെയാണ് കേട്ടോ, ഇവിടെ വന്ന് നിന്നാ പിന്നെ സമയം പോകുന്ന നമ്മൾ അറിയത്തേ ഇല്ല. ചേട്ടനെ കൊത്തും കൊണ്ടിട്ട് നിക്കണ ചേട്ടനൊന്ന് ആശ്വസിപ്പിക്കുമെന്ന് ഓർത്ത. ചേട്ടൻ പക്ഷെ ആ വഴി പോയില്ല. ആ കുഞ്ഞു ചേട്ടനെ നോക്കും. മഴ ചാറി തുടങ്ങി, മൂക്കെല്ലാം അടഞ്ഞ് ഒരു നിവൃത്തിയില്ലാതെ ഇരിക്കുവാണ്. എന്റെ അപകരമാണ്. പനി കൂടിയിട്ട് പുറമേക്ക് പനി വന്നില്ല, ഉള്ളില് പനി കൂടിയിട്ട് എനിക്ക് തല കറങ്ങിയിട്ട് എനിക്ക് ഒരു രക്ഷയില്ലായിരുന്നു. അവസാനം ഇന്നലെ ഉച്ചയായപ്പോ ചേട്ടൻ കോളേജിൽ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോന്നു. ഞാന് ചേട്ടനോട് വിളിച്ചു പറഞ്ഞു എനിക്ക് ഭയങ്കര തലകറക്കമാണ്, ഉള്ളിലേക്ക് പനിയുണ്ട്. പുറമേക്ക് പ്രകടിപ്പിക്കാതെ ഇരിക്കുവായിരുന്നു, പക്ഷെ ഇന്ന് പുറമേക്കും കൂടെ ചാടി, പനി പുറമേക്കും കൂടെ ആയിട്ടുണ്ട്. ഇനി ഇത് പനിച്ച് അങ്ങ് മാറത്തുള്ളൂ. മൂക്കൊന്നും തുറക്കാൻ പറ്റുള്ളൂ. ആരിസിന്റെ കൈ നീട്ടി വൈറൽ ഫീവർ ആയിരുന്നു. ഇതിനി ആർക്കെങ്കിലും കൊടുത്താലാണ് എന്റെ പനി പോകത്തുള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലും എന്റെ പനി ഒന്ന് കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ. ആർക്ക് കൊടുക്കണം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പറഞ്ഞു ചേട്ടന് പനിക്കാൻ വരുന്നുണ്ടോ എന്നൊരു തോന്നലെന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടന് കുഴപ്പമൊന്നുമില്ല. ചേട്ടന് കുഴപ്പമൊന്നും വരല്ലേ. എനിക്കും ചേട്ടനും കൂടെ പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കാര്യം കഷ്ടത്തിലായിപ്പോകും. പിന്നെ പനി വന്നെന്നും കരുതി ചേട്ടൻ അടങ്ങി ഒതുങ്ങിയോ ഒന്നും ഇരിക്കൂല. അതുകൊണ്ട് പനി ആർക്കും വരാതെ ഇത് എന്നോട് കൂടി തന്നെ പനി എന്നിൽ നിന്നും അങ്ങ് പോയാൽ മതി. ഗോതമ്പ് പനി ഇട്ടോളം മൊത്തത്തിൽ കുറവൊന്നുമില്ല കേട്ടോ. കൂടുതലൊന്നുമില്ല, കുറവ് വരില്ല. മറ്റേ തീറ്റ കൊടുക്കുന്നില്ല, ഗോതമ്പ് മാത്രം കൊടുക്കും. ഗോതമ്പ് കൊടുക്കുമ്പോൾ ആ ഗോതമ്പ് നല്ലതാ. കുറവ് എല്ലാവരും പറഞ്ഞു അത് തന്നെ മുട്ടത്തീറ്റ തന്നെ കൊടുക്കണം. എനിക്കതിൽ വലിയ ഇതില്ല.
നമ്മുടെ മുരിങ്ങയില് നല്ല ഇലയായില്ലേ? ഏ നല്ലോണം വെട്ടി മൂടിപ്പിച്ചു. ആ, 2 വട്ടമായിട്ട്. ഉം. അതുകൊണ്ട് ഒരു രക്ഷയില്ല, പനി കൂടിക്കൊണ്ടിരിക്കുവാ എനിക്ക്. പിന്നെ ആശുപത്രി നീയിപ്പൊ പോയിട്ട് ആരെ ഇവിടെ പോയി കാണാം. കരുവന്നൂർ വേണ്ട വേണ്ട വേണ്ട, എനിക്ക് കാണണം, ഡോക്ടറിനെ കണ്ടാ മതി. അപ്പൊ ഞാൻ നാളെ കിട്ടുള്ളൂ. ഇന്ന് രാത്രി കിട്ടുള്ളൂ. കാല് അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് പുള്ളിനെ കൊണ്ട് എന്താന്ന് ചോദിച്ചിട്ട് വേദനയൊക്കെയാ. ഞാൻ അങ്ങോട്ട് പോകണോ കൊച്ചാ? അല്ല, ചേട്ടന്റെ കൂടെ പോകുന്നുള്ളൂ. അതോ അയ്യോ, ബാസ്കി അവിടെ നോക്കിയിരിക്കുക. ഒരു ചക്ക ഇട്ട് തരുവോ? ഞാൻ ആഗ്രഹം കൊണ്ട് അന്തേക്കും രാത്രി ആവൂല്ലേ. കുട്ടാപ്പേ ബാ ബാ ബാ. ദാ 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 ബാ. വരില്ല. 2 തവണ അതിനെ വിളിച്ച് പറ്റിച്ച്. വിശക്കുന്നുണ്ടാവും കേട്ടാ. ഞാൻ അവർക്ക് മാത്രമായിട്ട് ഇച്ചിരി ഫുഡ് എടുത്തേക്ക് കൊടുക്കണം. ഇത് കഴിയുമ്പോ കുട്ടാപ്പീനെയും ചുട്ടുപണീനെയും കൊണ്ട്, ഈ ചുട്ടുപണിക്കും കിട്ടിയില്ല, കുട്ടാപ്പിക്കും കിട്ടിയില്ല ആഹാരമൊന്നും. ബാ ബേ 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 ബേ. ചുട്ടാപ്പി അല്ലാത്ത കുട്ടാപ്പി. ചുട്ടുപണിയും കുട്ടാപ്പീനും ഒന്നിച്ച് വിളിച്ച ചുട്ടാപ്പീനെ. പാവ, ഭയങ്കര ഇഷ്ട എനിക്ക് അതിന്. ഗിനിക്കോഴിനെ അപ്പൊ പോവും, ഭയങ്കര കൊത്ത. താറാമ പണി കൊടുത്ത് കറമ്പനിട്ട് താറാമ കറമ്പനെ ഓടിച്ച് പമ്പ കടത്തി. വെട്ടി ഒരുക്കാനൊന്നും സമയമില്ല. ഇല്ല, ഈ 2 പേർക്ക് ഞാൻ പറയട്ടെ, ചക്ക ഇടാം, വെട്ടി ഒരുക്കാൻ എനിക്ക് സമയമില്ല. നിന്റെ വഴക്ക് പറയണ പറഞ്ഞല്ല കാര്യമില്ല. ഇല്ലെങ്കിൽ അങ്ങനെ പറയാം, അയ്യോ വെട്ടി ഒരുക്കാൻ വെക്കുന്നത്. വെട്ടി ഒരുക്കാൻ എന്നോട് പറ്റില്ല. എന്നാ എവിടെ പോവാ? രാത്രി സമയമില്ല, രാത്രിയില്ല. പിന്നെ എന്നാ കൈക്കൊക്കെ വേദനയായി തുടങ്ങി. ഞാൻ എന്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ ഇതൊക്കെയാണ്, എനിക്ക് പനി പിടിച്ച ഒരു രക്ഷയില്ലാതെ നിവർത്തിയില്ലാതെ ഞാൻ നിൽക്കുക. അയ്യോ. അപ്പൊ വീണ്ടും പുതിയ വിശേഷ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്ക് ബിന്ദു ശ്രീസ് ബൈ.